പ്ലേസ്മെന്റ് ആക്കി കൊടുക്കും ദുബായില്. അത് എങ്ങനെ ഈ വീഡിയോ കാണുന്നത്, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇത്ര ആളുകൾ വന്നെങ്കിൽ എങ്ങനെയാണ് ഈ ജോലി ആക്കി കൊടുക്കുക ഇത്രയും കുട്ടികൾക്ക്? നമുക്ക് ഒരുപാട് കമ്പനീസിനായിട്ട് അവിടെ ടൈപ്പാണ്, ഒരുപാട് വേക്കൻസി ഇപ്പോൾ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിന്ന് കോട്ടയ്ക്കലുള്ള കേട്ടോ, ഞാൻ ഇന്നൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഈ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഒരുപാട് ആളുകളുടെ കുടുംബം രക്ഷപ്പെടുത്തിയ ഒരു സ്ഥാപനമാണത്. വെറുതെ നടക്കുന്ന കുറേ പിള്ളേരുണ്ടാവട്ടെ, അവർക്കൊക്കെ ഈ വീഡിയോ കൊടുക്കണം, കാരണം അയച്ചു കൊടുക്കണം. കാരണം അവരുടെ കുടുംബവും രക്ഷപ്പെടട്ടെ. നാട്ടിൽ നിന്ന് ട്രെയിനിങ് കൊടുത്ത് ദുബായിൽ ജോലിയാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനം. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം ഇവരോട് പറഞ്ഞത്, ദുബായിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കളുണ്ടോ, അവരോട് ലൈവായിട്ട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇവരോട് ചോദിച്ചത്. വേറെ ഒന്നുമില്ല, നമ്മളൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കണം, ജെനുവനായിരിക്കണം. ആരും പോയി അവിടെ പോയി പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, 100 കണക്കിന് ആളുകളുണ്ട് പറഞ്ഞു. 100 കണക്കിന് ആളുകൾ നിൽക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പേരെ വിളിക്കുന്നു പറഞ്ഞ് കുറച്ച് പേര് ഇവർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമസ്കാരമുണ്ട്, പേരെന്ന് പറയാം? സുബൈർ. എടാ മോനിവിടെ പഠിച്ചതാണ്. അപ്പൊ എന്താണ് പഠിക്കുന്നതെന്നുള്ള കൂടി ഞാൻ അതും കൂടി നല്ല പറയാനേ. എന്താ ഇവിടെ ചെയ്യുന്നു പറഞ്ഞു കൊടുത്തേ? നമ്മളെ ഐഫോണിൻ്റെ ചിപ്പ് ലെവൽ സർവീസ് A to Z നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഡെഡായ മൊബൈൽ പോലും ഇവിടെ സർവീസ് ചെയ്യുന്ന സ്ഥാപനം എനിക്കറിയാം. അത് മുന്നേ നിങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാണ്. അത് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. A to Z എന്ത് കംപ്ലൈന്റ് വന്നാലും പഠിപ്പിക്കണ ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ. എന്നോട് പറഞ്ഞ് പഠിപ്പിക്കാന്ന് മാത്രമല്ല, അവർക്ക് ജോലി ആക്കി കൊടുക്കണമുണ്ട് അല്ലേ? അതായത് ഇവിടെ 2 മാസത്തെ കോഴ്സാണ്, അവിടെ 2 മാസത്തെ കോഴ്സാണ്, 4 മാസത്തെ കോഴ്സ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹം അവിടെ UAE ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്, പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ലീവിന് വന്നാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അത് ഞാൻ ലീവിന് വന്നു. ഞാൻ 11 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ആ ജോലി ആക്കി കൊടുക്കുന്നതൊക്കെ ഇവരുടെ അടുത്ത് നമുക്ക് വരാം. അതിന് മുന്നേ ഇവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നമുക്കൊന്ന് വിടേണ്ടതുണ്ട്. മോൻ എത്ര വർഷമായി പോയിട്ട് ഇവിടുന്ന് പോയ 10 മാസമായി. 10 മാസമായി ഇപ്പൊ അവിടെ ജോലി ചെയ്യാണോ? അതായത് 2 മാസം ഇവിടെ വന്ന് ഇവരെ ട്രെയിനിങ് കൊടുത്ത് പിന്നെ ട്രെയിനിങ്ങിന് പോയതാണ് അങ്ങോട്ട് ദുബായിൽ. അത് ഇവര് തന്നെ കൊണ്ടുവന്ന് പറഞ്ഞു. അതിനുശേഷം ഇവര് ജോലിയാക്കി കൊടുത്തു. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ സേഫ് സോൺ എന്നുള്ള സ്ഥലത്താണ്, ദുബായിലാണ്. ദുബായിൽ ഷാർജയിൽ. എത്ര മാസമായി എന്ന് പറഞ്ഞേ? 10 മാസം. സാലറി കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ? ഒരു 3500 ദിർഹംസ് ഉണ്ട്. ഓക്കെ 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 ഓക്കെ, എന്തായാലും ഒരു 70,000 രൂപ മുകളിലൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് സാലറി കറക്റ്റ് ആയിട്ട് വരുന്നത് ചോദിക്കാന്ന്. ഈ കാണുന്ന പലവരും ഇതുപോലെ തന്നെ, കാരണം ഇതിന് പ്രത്യേകിച്ചൊരു വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട അല്ലേ? ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഉള്ളവർ വരേണ്ടതില്ല കേട്ടോ. പഠിക്കാൻ കുറച്ച് ഉഴപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു 10ാം ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതുപോലെ ചിന്തിക്കാവുന്നതാണ്. മോന് കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് 100% ആണല്ലേ? ഇക്ക പേരെന്ന് പറയാം? റഷീദ്. മോനെ അവിടെ പോയിട്ട് 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ടുള്ളൂ. 2 മാസം ഇവിടെ കോഴ്സ് കഴിഞ്ഞ് 1 മാസം ആകണുള്ളൂ. 20-ാം തീയതിക്ക്. അതെ അല്ലേ? അപ്പോൾ പോയിട്ട് അവിടെ പണി വർക്കിംഗ് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേരെന്ന് പറയാം? ഷാഹിറ. ശരിക്കും മോന് ഇവിടെ? മോന് മുഹമ്മദ് ആഷ്മിയ ഇവിടെ അല്ല, മോന് ദുബൈയില് ഇവര് എക്സ്പെർട്ട് അവിടെ പോയിട്ട് അവിടുന്ന് പഠിച്ച് ജോബായി. അതല്ലേ, 1 വർഷമായി ജോലി ചെയ്തോണ്ടിരിക്കുന്നു. പേരെന്ന് പറയാം? മോന് ഇവിടെ പഠിക്കുകയാണോ? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. അതല്ലേ? 2 രൂപത്തിൽ ചെയ്യുന്നുണ്ട്. ദുബായിൽ എല്ലാവർക്കും ചിലപ്പോൾ ദുബായിലേക്കൊന്നും പോകാൻ താല്പര്യം ഉണ്ടായതുമല്ലേ. അപ്പോൾ ദുബായിൽ പോകേണ്ടവർക്ക് ദുബായിൽ പോകാം. അതല്ല, ഇവിടെ പഠിച്ചിട്ട് ഇവിടെ തന്നെ ജോലിയാക്കി കൊടുക്കുന്ന ആ ഒരു പരിപാടി ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പഠിച്ചിറങ്ങിയ കുറച്ച് കുട്ടികൾ കിട്ടിയാൽ നന്നായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റീ കാണുന്ന കുട്ടികൾക്കും ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ വരാൻ നല്ലതെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാളൂടി വന്നിട്ടുണ്ട്, ഇവിടെ പഠിച്ച് UAE പോയി കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കട്ടെ. നമുക്ക് ചോദിച്ചു നോക്കാം. പേരെന്ന് പറഞ്ഞേ? ദാനിഷ് എന്നാണ്. ഇവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പോയതാണോ? പോയത്. എത്ര മാസത്തെ? ഞാനിവിടെ 1 മാസവും ദുബായിൽ 2 മാസം കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസത്തെ കോഴ്സ് കൊണ്ട് നീ ഒരു ടെക്നീഷ്യനായി മാറിയാ? ടെക്നീഷ്യൻ ഞാൻ ബാക്കി നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഇമ്പ്രൂവ് ആയതുകൊണ്ട് നിൽക്കും. നമ്മളങ്ങനെ 1 ഇയർ വർക്ക് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇവിടെ 1 മാസം നമ്മളെ കോഴ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 2 മാസം അവിടുത്തെ കോഴ്സും കഴിഞ്ഞ് 3ാമത്തെ മാസം നിനക്ക് ജോലി കിട്ടി. ജോലിക്ക് കയറി. എന്നിട്ട് എത്ര മാസം അവിടെ വർക്ക് ചെയ്തു? ഞാനൊരു 1 ഇയറോളം 1 ഇയറോളം വർക്ക് ചെയ്തു. എല്ലാ മാസവും കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ഞാനിതാ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ കസ്റ്റമറെ സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു. അടിപൊളി, അങ്ങനെ വേണം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് തന്നെ നമുക്കിങ്ങനെ ജോലി ചെയ്യാന്നല്ലാതെ നമ്മൾ മാറി ചിന്തിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് ചെയ്തത്. അതായത് ഇനി മുന്നിലേക്ക് എന്ത് ചെയ്യണം, ആ ജോലി ചെയ്യുമ്പോഴൊക്കെ അതായിരുന്നു ചിന്ത. അതായിരുന്നു നമുക്ക് എന്താ പറയാ, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിട്ട് തന്നെയാണ് ഇത് നടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ അവിടെ എത്തിപ്പെട്ട് നമ്മള് ഒരു 1 ഇയർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് അവിടെ കിട്ടുന്ന അതേ ഇത് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്.
കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്, നാട്ടിൽ നാട്ടിൽ നിന്ന് നിന്നുള്ളതാണ്. ചെയ്യാം. പിന്നെ ഞങ്ങളെ കൂടുതൽ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ അവിടെ പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ റണ്ണപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുന്ന് പോയവരാ? പോയവരാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പാടന്നെ നമുക്ക് കസ്റ്റമർ സെറ്റ് തന്ന് വർക്കാക്കിയിട്ട് തന്നെ നമ്മൾ അവിടുന്ന് വിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്കൊരു ഷോപ്പിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇവരൊക്കെ ഓരോ മാസം 2 മാസമൊക്കെ ആയവരാണ്. ഇപ്പം ഇങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പേരൊന്ന് പറയാം, നീ ഒന്ന് ചോദിച്ചോട്ടെ. ഇതാണ് ഫോട്ടോ കാണുന്നത്, ആ സ്ക്രീനിൽ കാണുന്നത്? ഓ കൂട്ടൊക്കെ ഇത്ര ചെറിയ, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്തത് നമുക്ക് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വരുന്ന കുട്ടികൾ ആദ്യമായിട്ട് വരുമ്പോൾ ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അല്ലാണ്ട് മുന്നേ ഇതിനെക്കുറിച്ച് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്താണ് ആദ്യം പഠിപ്പിക്കുന്നത് ഇവിടെ? നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മൾ ഐഫോൺ മാത്രമേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഐഫോണിൽ ഏതൊക്കെ സീരീസ് ഉണ്ടെന്ന് ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. ഓ, പിന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഐഫോണിനെ കുറിച്ച് നല്ല പരിചയം ഉണ്ടാവും. ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സീരീസ് ഏതാണ്, ഇപ്പൊ റണ്ണിങ്ങിലുള്ള ഏതാണ്, ഇപ്പൊ 17 സീരീസ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഓരോന്നിനെ കുറിച്ച് അവർക്ക് അറിയുണ്ടാവും. നല്ല അറിയാത്ത ആൾക്കാരുണ്ടാവും ആൻഡ്രോയിഡ് മാത്രം യൂസ് ചെയ്യണം. അപ്പൊ അവർക്ക് ആദ്യം സീരീസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ അതിന്റെ iOS നെ കുറിച്ചിട്ട്, അതിന്റെ അതിൽ യൂസ് ചെയ്യേണ്ട OS അതാണ് iOS, അതിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിലബസിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഈ 3-4 മാസത്തിനുള്ളിൽ ഇവർക്ക് പെട്ടെന്ന് അതെല്ലാം ജോലി ആവുന്നത് അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നത്. മറ്റു സ്ഥാപനങ്ങൾക്ക് 1 വർഷം 2 വർഷത്തെ കോഴ്സ് കേട്ടിട്ടുള്ളത്. അതെ. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് എല്ലായിടത്തും കൊടുക്കുക, ഫസ്റ്റ് തിയറിയാണ് കൊടുക്കുക. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ആ കാണുന്ന പോലെ കുറെ ഗ്രാഫ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവം നമ്മളൊരു ഫ്രഷർ ആയിട്ടുള്ള സ്റ്റുഡന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ ഇരുന്നിട്ട് നമ്മളെ മുന്നിൽ നിന്നിട്ട് ഉറങ്ങും. ആർക്കും മനസ്സിലാവും, ഉറങ്ങിയേക്കാരുണ്ടാവുക. അപ്പൊ ഏതൊരാൾക്കാണെങ്കിൽ നമ്മളിപ്പോ സ്കൂളിൽ പഠിച്ച് മടുത്തിട്ട് വരുന്നതാണ് ഇവിടെ. ഫിസിക്സിലും ഇതിലൊക്കെ പഠിച്ച് മടുത്തിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അവരെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ഇതേപോലുള്ള മദർ ബോർഡ് അവർക്ക് കൊടുത്തിട്ട് ഇതിനെ കണ്ട് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ കണ്ട് മനസ്സിലാക്കി ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, അവർക്ക് കണ്ട് ഒരു മാസത്തോളം അവർ അതിനെ കുറിച്ച് കണ്ട് നമ്മൾ കണ്ടൊരു സംഭവത്തിനെ കുറിച്ച് തിയറി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ താല്പര്യം ഉണ്ടാവും. ഈ വർക്ക് വരാന്ന് പറഞ്ഞ സംഭവം അതിലുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ശരിക്കും ഐ എക്സ്പെർട്ട്. നമ്മളെ ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ജോലി ചെയ്തിരിക്കുന്നത്. ഒരാളുടെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. ഒന്ന് ചോദിച്ചോട്ടെ, പേരെന്ന് പറഞ്ഞ് ചേട്ടണ്ട. എത്ര മാസമായി ഇവിടെ? ഞാൻ ഈ മന്ത് ആണല്ലേ. ഇപ്പോൾ ഞാൻ ഒരു ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നത് കേട്ടിരുന്നു, എങ്ങനെയാണ് അതോ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. എന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? അല്ല, ഫസ്റ്റ് അവരെനിക്ക് ഇത് പറഞ്ഞിരുന്നു വർക്കല്ല, ഫസ്റ്റ് തന്നെ തിയറി അല്ല എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് എന്താണ്ട് എന്നോട് പറഞ്ഞ ഇത് ചെയ്തുകൂടെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത് എന്താന്ന് സാധനം എനിക്ക് ഐഡിയ ഉണ്ട്. അപ്പൊ പിന്നെ അവിടുന്ന് തിയറി എനിക്ക് പറയുമ്പോൾ കറക്റ്റ് എനിക്ക് തലയിൽ കയറുന്നു. അതല്ലേ, എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരും മുഖത്തുകാരും സന്തോഷമുണ്ട്. കാരണം ഇനി എന്ത് ചിന്തിക്കുന്നതാണ് ഇവരിവിടെ പഠിച്ച് അവർക്കൊക്കെ മക്കൾക്കൊക്കെ ജോലിയിട്ട് ഉഷാറായി പോയിക്കൊണ്ടിരിക്കുന്നു. 4 മാസത്തെ കോഴ്സാണ് വരുന്നത്. അതിൽ 2 മാസം നാട്ടിലും 2 മാസം ദുബായിലുമാണ് ക്ലാസ് വരിക. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ മാസം നമ്മൾ ഷുവറായിട്ട് പ്ലേസ്മെന്റ് ആക്കി കൊടുക്കും ദുബായില്. അത് എങ്ങനെ ഈ വീഡിയോ കാണുന്നത്, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളാ. ഇത്ര ആളുകൾ വന്നെങ്കിൽ എങ്ങനെയാണ് ഈ ജോലി ആക്കി കൊടുക്കുക ഇത്രയും കുട്ടികൾക്ക്? നമുക്ക് ഒരുപാട് കമ്പനീസിനായിട്ട് അവിടെ ടൈപ്പാണ്. ഒരുപാട് വേക്കൻസി ഇപ്പോൾ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ അവർ നേരിട്ട് വന്നിട്ട് ഐ എക്സ്പെർട്ടിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്നെ പിന്നെ ടെക്നീഷ്യന്മാരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വെറുതെ അങ്ങോട്ട് ഈ ഒരു എന്താ പറയുക പഠനം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുക, അതല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കൊടുക്കുമോ? സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? നമ്മൾ അവിടെ നിന്നുണ്ടെങ്കിൽ KHD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് അംഗീകൃതമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഗവൺമെന്റിന്റെ. ഇനിയിപ്പോ നിങ്ങളുടെ കീഴിൽ താല്പര്യം ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എവിടെ പോലും ജോലി കിട്ടുമോ? അതെ, അത് എവിടെ ചെന്നാലും ജോലി കിട്ടും. ഇങ്ങനെ വരാൻ താല്പര്യമുള്ളവര് ചിലപ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കില്ല. ഈ ഒരു പുറത്തൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന ആളുകളായിരിക്കും. അവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കുമോ? എല്ലാം നമ്മൾ അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ കാണുന്ന പല ജില്ലകളിലായിരിക്കും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് താമസ സൗകര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് മലയാളികളായിട്ടുള്ള പിള്ളേർ മാത്രമല്ല, നമുക്ക് ആഫ്രിക്കൻ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ റഷ്യയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അറബികളായിട്ടുള്ള സ്റ്റുഡൻസുകളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അത് ശരി. പാകിസ്ഥാനിൽ നിന്നൊക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസുകൾ, അതായത് ഇവിടുന്ന് വരുന്ന പിള്ളേരാകുമ്പോൾ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് നമുക്ക് അവരെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഓൾറെഡി ടെക്നീഷ്യൻ ആയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത്. അവിടുന്ന് 0 ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അവരെ പോലും നമ്മൾ 4 മാസം കൊണ്ട്
ഇനി ഒരു ഷോപ്പിൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് നമ്മളായി കൊടുക്കും. ഇപ്പോൾ ഈ കാണുന്ന പലവരും, ഞാനൊക്കെ യു എയിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ജോലി മാറ്റിയാലോന്നൊക്കെ ചിന്തിക്കുന്ന പല ഘട്ടങ്ങളുണ്ടായിരുന്നു. അതുപോലെ ചിന്തിക്കുന്ന കുറേ പേര് ഇപ്പോഴുണ്ടാവും. അതായത് കുറഞ്ഞ സാലറിയിൽ ഇങ്ങനെ നിൽക്കുന്നു, നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. പിന്നെ ഐഫോണുകൾ മാത്രമാണ് നിങ്ങൾ അവിടെ റിപ്പയറിംഗ് ഉള്ളത്, ഇപ്പോൾ ഐഫോൺ ഇല്ലാത്ത ആളുകളില്ല, ഒരുപാട് സാധ്യതകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ആരെങ്കിലും യു എയിൽ ചെറിയ ആ ഒരു സാലറിക്കൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ പഠിച്ച് നിങ്ങൾ ജോലിയാക്കി കൊടുക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ നമ്മളെ ബാച്ചിൽ ഉണ്ടായിരുന്നു. അവർ വേറെ ജോലി ചെയ്യുന്നുണ്ട്, അവരെ ഫ്രീ ടൈമിൽ നമ്മളടുത്ത് വന്നിട്ട് അവർ നമ്മളടുത്ത് പഠിച്ചിട്ട് പിന്നെ അവർ ആ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് പോയ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ. എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, കാരണം ഇതൊരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാക്സിമം എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യു എയിലുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ആ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവർക്ക് വിളിക്കുക, ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.